ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് റോഡുകളെ പറ്റിയുള്ള ഒരു വീഡിയോ കേട്ടോ. കാട്ടിലൂടെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ, കാടും വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ ഓപ്ഷൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇതൊരു പുതിയ ട്രിപ്പ് വീഡിയോ അല്ല, അതിന് പകരം ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. പല ഫോറസ്റ്റ് റോഡുകൾ, അതിൻ്റെ ചെക്ക് പോസ്റ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈമും, അതുപോലെ നമുക്ക് ഏതൊക്കെ വാഹനങ്ങൾ അതിലേ പോകാം, എൻട്രി ഫീ, വേറെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത്, റോഡ് കണ്ടീഷൻസ്, വൈൽഡ് ലൈഫ് സൈറ്റിങ്സിൻ്റെ സാധ്യത, അങ്ങനെ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിക്കവാറും വീഡിയോസിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഇന്നത്തെ ആദ്യത്തെ ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടാണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വഴി വാൽപ്പാറയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ് കേട്ടോ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. രാത്രി സമയങ്ങളിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. 50-60 കിലോമീറ്ററോളം ദൂരം കാട്ടിനകത്തൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. വളരെ ചെറിയ വഴികളാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണം. പ്രത്യേകിച്ച് ഒരുപാട് വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാൻ സാധ്യതയുള്ളൊരു റൂട്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ചിലപ്പോൾ ആനിമൽസൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒത്തിരി വളവും തിരിവും കയറ്റവും ഇറക്കവും, അതുപോലെ വളരെ ഇടുങ്ങിയ റോഡും ഒക്കെയാണ്. പോരാത്തതിന് KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന ഒരു ബസ് റൂട്ടും കൂടിയാണ്. അപ്പോൾ ഈ ബസ് റൂട്ടും കൂടി ആയതുകൊണ്ട് തന്നെ വഴി ഇടുങ്ങിയതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിലെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ചില സ്ഥലത്തൊക്കെ ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ വേണ്ടി തന്നെ സ്ഥലം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് നല്ല പരിചയമുള്ള ആൾക്കാർ മാത്രമേ ഈ റോഡ് വഴി വണ്ടി ഓടിക്കാൻ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കാട്ടിനകത്തൂടെയുള്ള ഒരു ഡ്രൈവ് മാത്രമല്ല, ഒരുപാട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമുക്ക് ഈ പോകുന്ന വഴിയിലുണ്ട്. അതുപോലെ വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ വാൽപ്പാറയിലോട്ടൊക്കെയാണ് ഈ റോഡ് പോകുന്നതും. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ആതിരപ്പള്ളിയിൽ ഫേമസ് ആയിട്ടുള്ള ആതിരപ്പള്ളി വാട്ടർഫോൾസ്, അത് കഴിഞ്ഞ പാടെ വാഴച്ചാൽ ചെല്ലുമ്പോഴത്തേക്കും വാഴച്ചാൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ പോകുന്ന വഴി തന്നെ നമുക്ക് ചാർപ്പ വാട്ടർഫാൾസ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുള്ള ഒരു റൂട്ടും കൂടിയാണ് നമ്മുടെ ഈ ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ ഫോറസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഷോളയാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒത്തിരി പോയിന്റ്സ് ഉള്ളൊരു സ്ഥലമാണ്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഇത് പോകുന്ന വഴിയിൽ കണ്ടുപോകാനേ പാടുള്ളൂ. വഴിയിലെങ്ങും വണ്ടി നിർത്തി ഇറങ്ങരുത്. ആതിരപ്പള്ളിയിലും അതുപോലെ വാഴച്ചാലും നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാൻ ടിക്കറ്റ് എടുത്താൽ പ്രത്യേകിച്ച് കാണാൻ പോകാൻ പറ്റും. അതേസമയം ബാക്കി ഈ ഫോറസ്റ്റിനകത്തേക്ക് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂറും കൊണ്ട് മലക്കപ്പാറയുള്ള ചെക്ക് പോസ്റ്റിൽ അപ്പർ സൈഡിൽ ഇറങ്ങണം എന്നുള്ളതാണ് റൂള്. ഏകദേശം 55 കിലോമീറ്ററോളം ദൂരം വരുന്നത്. അപ്പോൾ 2 മണിക്കൂർ നോർമലായിട്ട് ഡ്രൈവ് ചെയ്താൽ തന്നെ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എത്താം. അപ്പോൾ ഒരുപാട് സ്പീഡിൽ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഡിലേ വരാൻ പാടില്ല. നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഒത്തിരി ലേറ്റായിട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് അപ്പുറം ചെന്ന് ഇറങ്ങാൻ പാടില്ല. നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് അവിടുന്ന് ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നമുക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കയ്യിൽ കരുതാൻ പാടില്ല. ഇനി അഥവാ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം അവിടെ കൊടുത്തിട്ട് തിരിച്ചിറങ്ങുന്ന സ്ഥലത്തും എണ്ണം അവർ കറക്റ്റ് ചില സമയത്തൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റൂട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നാണ്, ഹൈവേ വഴി വരുവാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നാണ് നമുക്ക് ആതിരപ്പള്ളിക്ക് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർക്ക് ചാലക്കുടി ചെല്ലാതെ നമ്മുടെ മൂക്കുന്നൂർ വഴി ഏഴാറ്റുമുഖം കയറി അങ്ങനെ നമുക്ക് ആതിരപ്പള്ളിയിലോട്ട് എത്താം. അപ്പോൾ ആതിരപ്പള്ളി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിരപ്പള്ളി മുതൽ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാലും ചെക്ക് പോസ്റ്റ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ വാഴച്ചാലാണ്. ഈ റോഡ് വഴി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാൽപ്പാറ എത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ബൈക്കേഴ്സിൻ്റെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്, അല്ലെങ്കിൽ ഒരു റോഡാണ് നമ്മുടെ ഈ ആതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വാൽപ്പാറ ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റ് എൻജോയ് ചെയ്യാൻ മാത്രമല്ല, സുഖമായിട്ടൊരു 1 ഡേ ഡെസ്റ്റിനേഷനായിട്ട്, 1 ഡേ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു 1 ഡേ ടൂർ ഡെസ്റ്റിനേഷനായിട്ട് കണക്കാക്കാവുന്ന ഒരു റൂട്ടും കൂടിയാണ് നമ്മുടെ ഈ മലക്കപ്പാറ വഴിയുള്ള വാൽപ്പാറയ്ക്ക് പോകുന്ന ഈ റൂട്ട്. ഈ റൂട്ടിൽ അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസോ എൻട്രി ഫീയോ അങ്ങനെയൊന്നുമില്ല. ബൈക്ക് അടക്കം എല്ലാ വാഹനങ്ങൾക്കും കയറി പോവുകയും ചെയ്യാം. ഒരുപാട് വലിയ വാഹനങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുക, കാരണം റോഡ് വളരെ ഇടുങ്ങിയതാണ്. അപ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഏത് കാട്ടിൽ പോയാലും നമ്മൾ പാലിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ടല്ലോ. അതായത് വന്യമൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രകോപിപ്പിക്കാതിരിക്കുക, അതുപോലെ കാട്ടിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളോ ഒന്നും വലിച്ചെറിയാതിരിക്കുക, വണ്ടി നിർത്തി ഇറങ്ങാതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി വരാവുന്ന സുന്ദരമായ ഒരു റോഡാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഫോറസ്റ്റ് റൈഡ് അല്ലെ റോഡെന്ന് നമുക്ക് പറയാവുന്ന ഒരു റൂട്ടാണ് കേട്ടോ ആതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ ആ റൂട്ട്.
നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് ഗവിയിലേക്കുള്ള ഡ്രൈവാണ്. അപ്പോൾ ഗവിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ 2 റൂട്ട് വഴി വരാൻ പറ്റും. നമുക്ക് കുമളിയിൽ നിന്നും പോകാം, അതുപോലെ പത്തനംതിട്ടയിൽ ആങ്ങമൂഴി സൈഡിൽ നിന്നും കയറാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് കയറണമെങ്കിൽ ഗവിയിലേക്ക് പോകാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു ദിവസം 30 വണ്ടികൾ മാത്രമേ കടത്തി വിടത്തുള്ളൂ ചെക്ക് പോസ്റ്റ് വഴി. അതും ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പാസ് എടുക്കണം. അപ്പോൾ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് വഴി കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ദിവസം ആകെ 30 വണ്ടികൾക്കേ പാസ് കിട്ടുള്ളൂ. അത് മുൻകൂട്ടി ഓൺലൈൻ എടുക്കണം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വള്ളക്കടവ് വഴി ഗവിയിലേക്ക് പോകണമെങ്കിൽ അതിന് വേറൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എല്ലാ വണ്ടികളും അങ്ങനെ കടത്തി വിടത്തില്ല. നമുക്ക് ഗവിയിൽ ചില പാക്കേജുകളുണ്ട്, KFDCയുടെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില പാക്കേജുകളുണ്ട്, ടൂറിസം പാക്കേജുകൾ. അവിടെ സ്റ്റേ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ ഡേ പാക്കേജ് ഉണ്ട്. അവിടെ ട്രെക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ പാക്കേജ് ഉണ്ട്. അപ്പം ഈ 2 പാക്കേജുകളിൽ ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ വള്ളക്കടവ് വഴി സ്വന്തം വണ്ടിയിൽ ഗവിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗവി പോയാൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-60 കിലോമീറ്റർ നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഇറങ്ങുന്നത് വരെ കൊടും കാടാണ്. കടുവ അടക്കമുള്ള ആനിമൽസിനെ റോഡിൽ കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ടും കൂടിയാണ്. അപ്പം കേരളത്തിൽ കടുവയെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാൻ ഏറ്റവും സാധ്യത കൂടിയ ഒരു റോഡ് ഈ ഗവി റൂട്ടാണ് കേട്ടോ. അതുപോലെ ഒരുപാട് ആനിമൽസ്, ആനയും കാട്ടുപോത്തും ഒക്കെ അടക്കം ഒരുപാട് ആനിമൽസിനെ പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോറസ്റ്റിലും വണ്ടി ആനിമൽസിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയോ അല്ലെ അതിന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലോ ഒന്നടിക്കുകയോ ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചും കണ്ടും മാത്രം ഡ്രൈവ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്ന ബാക്കിയുള്ള ഫോറസ്റ്റ് റോഡുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഗവി റൂട്ടിൽ റോഡ് കമ്പാരിറ്റീവ്ലി ബെറ്റർ റോഡാണ്. പിന്നെ ഒരുപാട് സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്യാതെ കാട്ടിലൂടെ പോകുമ്പോൾ നമ്മളൊരു 30 കിലോമീറ്ററിൽ താഴെ അല്ലെങ്കിൽ 20 കിലോമീറ്റർ 30 കിലോമീറ്ററിന് ഇടയിൽ മാത്രം ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഗവിയിലേക്ക് ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് വഴി ഓൺലൈൻ ബുക്ക് ചെയ്ത് പോകുന്നവർക്ക് ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് വഴി തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. മുന്നോട്ട് പോയിട്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി മാത്രമേ തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. അതായത് അത് വൺ സൈഡ് യാത്ര മാത്രമേ അതിലെ അലൗഡ് ആയിട്ടുള്ളൂ. ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് 9 മണിക്കാണ് ചെക്ക് പോസ്റ്റ് തുറന്ന് കയറ്റി വിടുന്നത്. അതിന് മുന്നേ അവിടെ ചെക്ക് പോസ്റ്റിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഓൺലൈൻ പാസ് എടുത്തവർക്ക് 9 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നാൽ കയറി ഗവിയിലെത്തി ഗവി കണ്ട് മുന്നോട്ട് പോയി നമ്മുടെ കുമളി സൈഡിലേക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഇറങ്ങി കുമളി ഭാഗത്തേക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഗവി വഴി കുറെ KSRTC സർവീസുകളുണ്ട് കേട്ടോ. നമ്മുടെ കുമളി ഭാഗത്തുനിന്നും അതുപോലെ ആങ്ങമൂഴി ഭാഗത്തു നിന്നും ഗവി വഴിയുള്ള KSRTC ബസ് സർവീസ് ഉണ്ട്. അതിന് പോകുന്നവർക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് ആ ബസ്സിന്റെ സമയത്തിനനുസരിച്ച് ബസ്സിൽ കയറുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗം ഗവി കാണാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഗവിയിലെ പാക്കേജസ് ബുക്ക് ചെയ്ത് പോകണം. അതും അല്ലെങ്കിൽ നമ്മൾ വള്ളക്കടവിൽ ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു പാക്കേജൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ പാക്കേജ് എടുത്ത് വരുന്നവർക്കും ഗവി കാണാൻ പറ്റും. കാരണം ആ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് സഫാരി ഉണ്ട്. അത് തന്നെയല്ല, പാക്കേജ് ബുക്ക് ചെയ്യാതെ തന്നെ അവിടെ ഗവിയിലേക്ക് ബസ് സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ബസ് സഫാരി അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഗവി കാണാൻ വേണ്ടിയിട്ട്. സ്വന്തം വണ്ടിയിൽ പോകണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ 30 വണ്ടികൾക്ക് ഒരു ദിവസം പാസ് കിട്ടത്തുള്ളൂ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പാക്കേജ് മാത്രമേ ഓപ്ഷനുള്ളൂ. ഇപ്പോൾ ഈ 10-60 കിലോമീറ്റർ കാട് മാത്രമല്ല, ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഈ ഗവി റൂട്ടിലുണ്ട്. നമ്മുടെ ശബരിഗിരി പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള കുറെ ഡാമുകൾ പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഗവി ഡാം അടക്കമുള്ള ഡാമിന്റെ ഒക്കെ മുകളിൽ കൂടിയാണ് നമ്മുടെ ഈ യാത്ര പോകുന്നത്. GaviKakki.online.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് പാസ് എടുക്കേണ്ടത്. പെർ പേഴ്സൺ 70 രൂപ ഫീ അടയ്ക്കണം. ബൈക്ക് അലൗഡ് അല്ല ഈ റൂട്ടിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 4 വീലേഴ്സ്, കാർ മാത്രമേ ഈ റൂട്ടിൽ കയറ്റി വിടത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഫോറസ്റ്റ് ട്രിപ്പിന് പോകാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ റോഡ് ആതിരപ്പള്ളി വാൽപ്പാറ ആ റൂട്ടാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ആർഗ്യുബിളി ഈ ഗവി റോഡും അങ്ങനെ തന്നെയാണ്. എന്നാ പറയണ്ട, കേരളത്തിലെ സുന്ദരമായ ഫോറസ്റ്റ് റോഡുകളിൽ ഒന്ന് തന്നെയാണ് ഗവിയും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് റോഡാണ്. ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് ഇതിലെ കയറി പോകണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ അച്ചൻകോവിലേക്ക് പോകുന്നവരായിരിക്കണം, അതല്ലെങ്കിൽ ചെങ്കോട്ട തെങ്കാശി ഭാഗത്തേക്ക് പോകാനുള്ളവരെയാണ് പൊതുവെ ഇതിലെ കടത്തി വിടാറുള്ളൂ. അപ്പം ബൈക്കും ഇതിലെ അലൗഡ് ആണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ ഈ ചെക്ക് പോസ്റ്റിലും ആളെ കയറ്റി വിടത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ഡേഞ്ചറസ് ഫോറസ്റ്റ് റോഡ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട് ഈ റോഡിൽ. പ്രത്യേകിച്ച് കോന്നി അച്ചൻകോവിൽ ഭാഗത്ത് ഒരുപാട് ആനകൾ റോഡിൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള റോഡുകളിലെ സ്ഥലങ്ങളിലെ ആനകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അക്രമകാരികളായ ആനകളാണ് ഈ റൂട്ടിലുള്ളത്. ആളുകളെ അല്ലെങ്കിൽ വണ്ടിയെ ആന ആക്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോഡിലെ വിസിബിലിറ്റി, അതായത് വളവുകളിലും അല്ലെങ്കിൽ സൈഡിലേക്ക് അടഞ്ഞു കിടക്കുന്ന കാട് കയറി അടഞ്ഞു കിടക്കുന്ന റോഡുകളൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് ആനയൊക്കെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തും നമുക്ക് കാണാനും പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഈ കോന്നി അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ കോന്നിയിൽ നിന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ നമ്മുടെ ഞാവനാൽ ചെക്ക് പോസ്റ്റ് കിട്ടും. അപ്പോൾ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഫോറസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഡ്രൈവ് ചെയ്ത് പോവുക. ആനിമൽസ് ഒരുപാട് ഉള്ളതാണ്. ബൈക്കിലൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. ബൈക്കിൽ ശരിക്കും പറഞ്ഞാൽ പോകാൻ ഭയങ്കര റിസ്ക് ഉള്ള ഒരു റോഡ് തന്നെയാണിത്. ഭയങ്കര അപകടം പിടിച്ച ഒരു റോഡാണിത്. ആനിമൽസ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റോഡും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പോകുന്ന റൂട്ടിലൊക്കെ നമുക്ക് സൈഡിലൂടെ നമ്മുടെ അച്ചൻകോവിൽ റിവർ പോകുന്നത് കാണാം. അപ്പോൾ റിവറിൻ്റെ സൈഡിലൊക്കെ മിക്കപ്പോഴും ആനിമൽസിനെ കാണാറുണ്ട്. ഞാൻ പോയ സമയത്തൊക്കെ വഴിയിലൊക്കെ നിറയെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ആനിമൽസ് ഒരുപാടുള്ള റോഡും റൂട്ടും ഒക്കെ അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ഒത്തിരി അപകടം ഉണ്ടാക്കി വെക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കല്ലേലി, ഊരാളി, അപ്പൂപ്പൻ കാവൊക്കെ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഞാവനാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പാടെ അടുത്ത് വരുന്ന സ്ഥലമാണ് ഈ കല്ലേലി, അപ്പൂപ്പൻ കാവ്. അപ്പോൾ അതും ഈ റൂട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെ വേറെ എൻട്രി ഫീയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഫ്രീ ആണ് നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് വഴി കയറി പോകാൻ. അപ്പോൾ ഈ റൂട്ടിൻ്റെ കൂടുതൽ വിവരങ്ങളും കാഴ്ചകളും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ അടുത്തിടയ്ക്കായിട്ട് തന്നെ കോന്നി അച്ചൻകോവിൽ റോഡ് എന്ന് പറഞ്ഞ് തന്നെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അതുള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ കവർ ചെയ്യുന്നില്ല. നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് എറണാകുളം ജില്ലയിലെ മാമലക്കണ്ടമാണ്. ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഭയങ്കര ഹിറ്റായ ഒരു ടൂറിസ്റ്റ് വില്ലേജ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് വില്ലേജാണ് മാമലക്കണ്ടം. കാടിന് നടുക്കായിട്ടുള്ള ഒരു ഗ്രാമം കേട്ടോ. രണ്ട് വഴി നമുക്ക് പോകാം. നേര്യമംഗലം ചെന്നിട്ട് ഇരുമ്പുപാലം വഴി അവിടുന്ന് മാമലക്കണ്ടത്തേക്ക് പോകാം. എന്നാൽ അതേസമയം കോതമംഗലം ചെന്നിട്ട് കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട് റൂട്ടിൽ തട്ടേക്കാടും ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉരുളൻതണ്ണി എത്തും. അവിടുന്ന് തിരിഞ്ഞിട്ട് നമുക്ക് മാമലക്കണ്ടത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ റോഡുകളാണ്. അതുപോലെ ഒരുപാട് കയറ്റമൊക്കെ ഉള്ള വഴിയാണ്. ഒരു സമയം ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാവുന്ന തരത്തിൽ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഈ റോഡ് വഴി വണ്ടി ഓടിച്ച് നല്ല പരിചയമുള്ളവർ മാത്രമേ വണ്ടിയും കൊണ്ട് പോകാവുള്ളൂ. അതല്ലെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു മാമലക്കണ്ടം ഫോറസ്റ്റിൽ മാത്രം നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ എൻട്രി ടൈമിങ്ങോ അല്ലെങ്കിൽ എൻട്രി ഫീയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ബൈക്ക് അടക്കം എല്ലാ വാഹനങ്ങളും ഈ റൂട്ടിൽ അലൗഡ് ആണ്. അതേസമയം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇടുങ്ങിയ വഴിയാണ്. ഒരുപാട് ആനകളുള്ള ഒരു റോഡും കൂടിയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലോ അല്ലെ രാത്രി സമയങ്ങളിലൊന്നും ഈ വഴി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത്രയും കയറ്റോ ഇറക്കോ ഇടുങ്ങിയ വഴികളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ആനയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ആനിമൽസ് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. മാമലക്കണ്ടം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയ, ഞാൻ മുന്നേ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളും ആ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് ഒരു കിടിലൻ സ്ഥലമുണ്ട് കേട്ടോ. ഈ ഫോറസ്റ്റ് വില്ലേജിൽ മാമലക്കണ്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. അതാണ് ഇതിൻ്റെ ഈ ഒരു മാമലക്കണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്കും ഒക്കെ മാറിയിട്ട് മാമലക്കണ്ടം ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം കുറേ ഹോം സ്റ്റേകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ റിസോർട്ടുകളും ഒക്കെ ആ ഏരിയയിലുണ്ട്. അതുപോലെ ഒത്തിരി പിന്നെ ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻസും വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഒക്കെ ഈ ഏരിയയിൽ ഈ സ്ഥലം ഹിറ്റായി. പിന്നെ ഒരുപാട് അങ്ങനത്തെ പോയിന്റുകളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ ഒരു ദിവസം ഒരു വൺ ഡേ ഡ്രൈവിന് അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് നമ്മുടെ മാമലക്കണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് പറമ്പിക്കുളമാണ്. അപ്പം പറമ്പിക്കുളത്തേക്ക് ഏതാണ് ഫോറസ്റ്റ് റോഡെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ നേരിട്ട് വഴികളില്ല. പറമ്പിക്കുളത്തേക്ക് പോകണമെങ്കിൽ തമിഴ്നാട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള സേതുമട ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് ആ ചെക്ക് പോസ്റ്റ് വഴി കയറിയിട്ട് വേണം നമുക്ക് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട്. സേതുമട ചെക്ക് പോസ്റ്റിൽ ചെന്ന് അവിടുന്ന് രാവിലെ 7 മണിക്ക് മാത്രമേ ആ ചെക്ക് പോസ്റ്റ് തുറക്കത്തുള്ളൂ. അവിടെ എൻട്രി ഫീ അടയ്ക്കണം. ക്യാമറ കയ്യിലുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചാർജും അവിടെ അടയ്ക്കണം. പെർ ഹെഡ് എനിക്ക് തോന്നുന്നത് 50 രൂപയാണെന്ന് തോന്നുന്നു അവിടുത്തെ ചാർജ്. അപ്പോൾ ആ ചാർജും പിന്നെ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ആ പൈസ അടച്ചിട്ട് ടോപ്പ് സ്ലിപ്പ് വഴി വന്നിട്ട് വേണം നമ്മുടെ പറമ്പിക്കുളത്തെ കേരള ബോർഡറിലേക്ക് ചെക്ക് പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പറമ്പിക്കുളത്തെ ചെക്ക് പോസ്റ്റിൽ നമുക്ക് എൻട്രി ഫീ ഉണ്ട്. അത് പറമ്പിക്കുളത്തെ വേറെ എന്തെങ്കിലും പാക്കേജ് ഒക്കെ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എൻട്രി ഫീ അടയ്ക്കേണ്ട. പാക്കേജ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് അവിടെ കാണിച്ചാൽ മതിയാവും. നമുക്ക് ആദ്യം നമ്മൾ ബസ്സിന് മുന്നേ നമ്മൾ കയറി പോകുന്നതുകൊണ്ടേ നമുക്ക് കാട്ടുപോത്തിനെ കിട്ടിക്കണ്ടോ. അപ്പോൾ പറമ്പിക്കുളത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ കുറേ ഫോറസ്റ്റ് അല്ലെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ട്രെക്കിംഗ് അല്ലെങ്കിൽ സ്റ്റേ പ്രോഗ്രാംസ്, സഫാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് സാധാരണ ആൾക്കാർ ഇങ്ങോട്ട് വരാറുള്ളത്. അതല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ടോപ്പ് സ്ലിപ്പിലും ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തവരാണ് പൊതുവേ ഈ റൂട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പറമ്പിക്കുളത്തേക്ക് ബൈക്ക് അലൗഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 4 വീലറിന് മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബൈക്കിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
പറമ്പിക്കുളം സേത്തുമട ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് അവിടുന്ന് ബസ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോ മാത്രമേ അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കേരളത്തിലെ എല്ലാ ഫോറസ്റ്റ് റോഡുകളും ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള പല റൂട്ടുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നെല്ലിയാമ്പതി ചിന്നാർ റൂട്ടിലുള്ള ഡ്രൈവ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 5 തിരഞ്ഞെടുത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഫോറസ്റ്റ് റോഡുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഒരു അടിപൊളി മെയിൽ കയറിയുണ്ടോ? ഞാൻ ആദ്യം കണ്ടായിരുന്നു, ഞാൻ മുന്നോട്ട് കയറ്റി നിർത്താൻ. അതാ റോട്ടിൽ കൂടി വന്നായിരുന്നെങ്കിൽ നൈസ് ആയിരുന്നല്ലേ. ഇതുണ്ടോ, ഒരുപാട് കാട്ടുപോത്തുകളുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഫോറസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലത്തെ ഫോറസ്റ്റ് ട്രിപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേ, ട്രെക്കിംഗ് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇനിയും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.